രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിയിൽ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ വരുന്നു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് നീക്കം. ഊർജ്ജ മേഖലകളിൽ പരിവേഷണം ചെയ്യുന്ന കമ്പനികളുടെ ചെലവ് ചുരുക്കും. റോയൽറ്റി നിരക്കുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ആദിൽ പാലോടുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇന്ധന നിയന്ത്രണം വേണം എന്നുകൂടി ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതിൽ സ്വർണം വാങ്ങുന്ന കാര്യത്തിൽ വലിയ ജാഗ്രത നമ്മൾ പുലർത്തണമെന്നും നമ്മളുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കുറവുണ്ടാകുമെന്നുമാണ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്. ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ നമുക്കങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തുക സാധ്യമല്ല. ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാനുള്ള വഴികൾ തേടുകയാണോ കേന്ദ്രം? ആദിൽ പാലോട്. ഉറപ്പായും അരുൺകുമാർ അതിനുള്ള ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിക്ഷേപം കൂടുതൽ ആകർഷിക്കുക. നമുക്ക് അറിയാം, ഇടയ്ക്കൊക്കെ ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ട്, എണ്ണ നിക്ഷേപമുണ്ട് എന്ന രൂപത്തിലൊക്കെ. അങ്ങനെ പലയിടത്തും എണ്ണ നിക്ഷേപമുണ്ട് എന്ന ചർച്ചകളുണ്ട്. ഇവിടെയൊക്കെ പര്യവേക്ഷണം നടത്തുന്നതിനുള്ള ചെലവ് കുറയ്ക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ റോയൽറ്റി നിരക്ക് കുറച്ചുകൊണ്ടുള്ള ഉത്തരവാണിപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അങ്ങനെ സാധ്യതയുള്ള മേഖലകളിൽ പര്യവേക്ഷണം നടത്താൻ ചെലവ് കുറയുന്നു. അതോടുകൂടി ഇന്ത്യയിൽ കൂടുതൽ എണ്ണ നിക്ഷേപം, ക്രൂഡ് ഓയിൽ നിക്ഷേപമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ആഭ്യന്തര ഉൽപ്പാദനമായി കൊണ്ടുവരികയാണ് ലക്ഷ്യം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇറാനെയും റഷ്യയും ഒക്കെയാണ് കൂടുതലായി എണ്ണ വാങ്ങാൻ ആശ്രയിക്കുന്നത്. ആശ്രയത്വം, ഒരു സ്വാശ്രയത്വത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പരമാവധി എണ്ണവില വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു രക്ഷയുമില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വൃത്തങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 5 രൂപ വരെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഗാർഹിക പാചകവാതകം, നേരത്തെ ഇതിന് വില വർദ്ധിപ്പിച്ചിരുന്നില്ല, അതിന് 60 രൂപ വരെ, ചുമന്ന സിലിണ്ടറിന് 60 രൂപ വരെ വില വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ വില വർധനവിനിടെയാണ് രാജ്യത്ത് ക്രൂഡ് ഓയിൽ നിക്ഷേപങ്ങൾ പര്യവേക്ഷണം നടത്താനുള്ള ചെലവ് കുറയ്ക്കാനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. അരുൺ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.